ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് എക്സസൈസിലെ ബാക്കി ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എക്സസൈസിലെ ബാക്കി ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തരും, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ വേറെ ആയിട്ട് ഹോംവർക്ക് ഒന്നും തരില്ല. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യലായിരിക്കും നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യും, ബാക്കി എൻഡിങ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യന്റെയും ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പൊ ഞാനത് പറയും എവിടെ വെച്ചാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ അത് ഫുൾ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് ഹോംവർക്ക് ആയിട്ട് എനിക്ക് അയക്കുക. അപ്പൊ അതാണ് നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എക്സസൈസ് തീർത്തിട്ട് അടുത്ത എക്സസൈസിലോട്ട് പോകും നമ്മൾ. അപ്പോ ക്വസ്റ്റ്യൻ നമ്മൾ ഏതുവരെയാണ് ചെയ്തതെന്നൊന്നും എടുത്ത് ആ എക്സസൈസ് എടുത്ത എല്ലാരും ടെക്സ്റ്റിൽ എല്ലാവരും എക്സസൈസ് എടുക്കുക. നമ്മള് 13ാമത്തെ ചോദ്യം വരെ ചെയ്തു. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ 14. ക്വസ്റ്റ്യൻ നമ്പർ 14. എക്സസൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് 3.2. 3.2 14th ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് 15 അല്ല 5 minus 1 6 7 into 2 1 3 4 not equal to 2 1 3 4 into 5 minus 1 6 7. അതായത് a into b യും b into a ഇത് രണ്ടും എന്തല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈക്വൽ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിപ്പോ എയും ഇത് ബി ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ ബിയും ബി എയും ഈക്വൽ ആവില്ല. നമ്മൾ നേരത്തെ നോക്കിയ ഒരു കാര്യമാണ്. അപ്പോ എ ബിയും ബി എയും ഈക്വൽ ആവണമെന്നില്ല. അപ്പോ അത് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പാടൊന്നുമില്ല. നിങ്ങൾ LHS എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, RHS എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും സെയിം അല്ല എന്ന് കാണിക്കുക. അത്ര മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. അപ്പൊ LHS ആദ്യം എടുത്ത് ചെയ്യുക. LHS ഈക്വൽ ടു 5 minus 1 6 7 into 2 1 3 4. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. 5 into 2 എന്ന് പറഞ്ഞാൽ 10. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. 5 into 2 എന്ന് പറഞ്ഞാൽ 10. അടുത്തത് minus 1 into 3 എന്ന് പറഞ്ഞാൽ -3. 5 into 1 അടുത്ത ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. 5 into 1 എന്ന് പറഞ്ഞാൽ 5. -1 into 4 എന്ന് പറഞ്ഞാൽ -4. അടുത്തത് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് റോ ഇനി തേർഡ് കോളം ഇല്ലല്ലോ. അടുത്ത സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. 6 into 2 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 7 into 3 എന്ന് പറഞ്ഞാൽ 21. അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. 6 into 1 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 7 into 4 എന്ന് പറഞ്ഞാൽ 28 ഈക്വൽ ടു 10 minus 3 7 5 minus 4 1 12 plus 21 എന്ന് പറയുന്നത് 33 6 plus 28 എന്ന് പറയുന്നത് 34. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുപോലെ LHS കണ്ടുപിടിച്ച പോലെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? RHS കണ്ടുപിടിക്കുക. RHS കണ്ടുപിടിക്കുക. നിങ്ങൾ നോക്കുക LHS RHS സെയിം ആണോ നോക്കുക. അത് രണ്ട് സെയിം ആയിരിക്കില്ല. അപ്പൊ സെയിം അതല്ലെന്നാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ LHS RHS കണ്ടുപിടിച്ചിട്ട് അത് സെയിം അല്ലെന്ന് കാണിക്കുക നിങ്ങൾ. അപ്പൊ ഇതേപോലെ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 3x3 മെട്രിക്സിന്റെ ആണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതിന്റെ RHS നിങ്ങൾ തനിയെ ചെയ്യുക. RHS നിങ്ങൾ തനിയെ ചെയ്തിട്ട് ഇത് രണ്ട് സെയിം അല്ല നിങ്ങൾ കാണിക്കുക. രണ്ടാമത്തത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കല്ലേ. 15ാമത്തെ ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. ഫൈൻഡ് a square minus 5a plus 6i if a is equal to 2 0 1 2 1 3 1 minus 1 0. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. a square minus 5a plus 6i കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ a square minus 5a plus 6i ഈക്വൽ ടു ഒരു സീറോ മെട്രിക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഇത് തന്നിട്ട് അങ്ങനെയൊക്കെ എല്ലാം പല രീതിയിൽ ചോദ്യം വരും. ഇപ്പൊ ഇവിടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. എളുപ്പമാണ്. നിങ്ങളുടെ സാധാ മൾട്ടിപ്ലിക്കേഷനും കൂട്ടാനും കുറയ്ക്കാനും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ ആദ്യം ഇതിലെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ.
എ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കണം. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക, നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു എ എന്ന് എഴുതാം. എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു എ എന്ന് എഴുതാം. ഇനി അടുത്തത് നിങ്ങളുടെ ഫോർമുലയില് എ ക്യൂബ് വരും, എ ക്യൂബ് വരും. അപ്പൊ എ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കും, എ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എ സ്ക്വയർ കണ്ടുപിടിക്കണം, എ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്നിട്ട് എ ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം, എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം. നിങ്ങളുടെ എ ക്യൂബിന് എങ്ങനെ എഴുതാം, എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, എ ക്യൂബ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ. എ ഇൻറ്റു എ എന്ന് പറഞ്ഞ എ എന്തായിരുന്നു, 2 0 1 2 1 3 1 മൈനസ് 1 0 ഇൻറ്റു വീണ്ടും എ എന്ത് തന്നെയാണ്, 2 0 1 2 1 3 1 മൈനസ് 1 0. അപ്പോ മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോ 2 into 2 4 പ്ലസ് 0 into 2 0 പ്ലസ് 1 into 1 1. അടുത്ത എലമെന്റ് കിട്ടാനായിട്ട് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, 2 into 0 0 പ്ലസ് 0 into 1 0 പ്ലസ് 1 into minus 1 minus 1. അടുത്ത ഫസ്റ്റ് റോ തേർഡ് കോളം, 2 into 1 2 പ്ലസ് 0 into 3 0 പ്ലസ് 1 into 0 0. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഓർഡർ സൈഡിൽ എഴുതണം. ഇത് 3/3, ഇതും 3/3. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, സെയിം ആണ്. കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡർ ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈഡിൽ ഇത് എഴുതി നോക്കിയാൽ മതിയാവും. അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ അടുത്ത എലമെന്റ്സ് എഴുതുക. എ സ്ക്വയർ കണ്ടുപിടിക്കും, നമുക്ക് എ സ്ക്വയർ കിട്ടും. എ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിങ്ങള് എന്താണ് രണ്ടാമത്തെ ടേം, 5a കണ്ടുപിടിക്കും. 5a ഈക്വൽ ടു 5 ഇൻറ്റു എ എന്താണ്, 2 0 1 2 1 3 1 മൈനസ് 1 0. 5 എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ വാല്യൂ അല്ലേ, ആണ്. സ്കെയിലാർ വാല്യൂ ആകുമ്പോൾ ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 2 എന്ന് പറഞ്ഞാൽ 10 0, 5 into 1 എന്ന് പറഞ്ഞാൽ 5, 5 into 2 10, 5 into 1 5, 5 into 3 15, 5 into 1 5, 5 into minus 1 minus 5, 5 into 0 0. അപ്പൊ 5a കിട്ടി. അടുത്ത എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 6i കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 6i കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 6 into i എന്താണ്, i എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ഇത് കൂട്ടണോ കുറയ്ക്കണമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഓർഡർ മെട്രിക്സ് ഐ എടുത്താലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ തേർഡ് ഓർഡർ മെട്രിക്സ് ഐ എടുക്കുക. 1 0 0 0 1 0 0 0 1. ഇതാണ് നമ്മുടെ തേർഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരുന്നു, 1 0 0 1. ഫസ്റ്റ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരുന്നു, 1. അതൊക്കെ എല്ലാം ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഐഡന്റിറ്റി മെട്രിക്സ് ശ്രദ്ധിച്ചോളണം. അതിന് ഐ എന്നായിരിക്കും തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഐ എന്താണെന്ന് പറഞ്ഞിരിക്കില്ല. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്ലൈ, 6 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 0 0 0 6 0 0 0 6 എന്ന് വരും. അപ്പോ 3 ടേമും കണ്ടുപിടിച്ചു. എ സ്ക്വയർ കണ്ടുപിടിച്ചു, 5a കണ്ടുപിടിച്ചു, 6i കണ്ടുപിടിച്ചു. 6i കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ അങ്ങ് ചെയ്താൽ മതി. മൈനസും പ്ലസും അങ്ങ് നിങ്ങൾ തനിയെ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ ഒരു മെട്രിക്സ് കിട്ടും, ഇത് മൈനസ് ഇത് പ്ലസ് ഇത്. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i കണ്ടുപിടിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എ ക്യൂബ് വരെയാണെങ്കിൽ നിങ്ങൾ എ ക്യൂബിന് എങ്ങനെ എഴുതണം, എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതണം. എ സ്ക്വയർ നിങ്ങളിവിടെ കണ്ടുപിടിച്ച് കിട്ടുമല്ലോ. അപ്പൊ ആ കിട്ടിയ എ സ്ക്വയറിന് നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വീണ്ടും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, നിങ്ങൾക്ക് എ ക്യൂബ് കിട്ടും. കുറച്ച് ലെങ്തി ആവും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പക്ഷെ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വരാനേ സാധ്യതയുള്ളൂ. എ ക്യൂബ് അത്ര ലെങ്തി ആക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇതെല്ലാം ചെയ്ത് പഠിക്കും നിങ്ങൾ എല്ലാവരും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ബാക്കി കംപ്ലീറ്റ് ആക്കി നിങ്ങൾ ഇനി ഹോംവർക്ക് ആയിട്ട് ചെയ്തായിരിക്കും. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 16ാമത്തെ ക്വസ്റ്റ്യൻ എ തന്നിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3/3 മെട്രിക്സ് ആണ്. 1 0 2 0 2 1 2 0 3. കണ്ടുപിടിക്കേണ്ടത് എ ക്യൂബ് മൈനസ് 6a സ്ക്വയർ പ്ലസ് 7a പ്ലസ് 2i ഈക്വൽ ടു 0. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ആദ്യം നിങ്ങൾ എ ക്യൂബ് കണ്ടുപിടിക്കുക. എ ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ. അപ്പോ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സ് എ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 0 2 0 2 1 2 0 3 ഇൻറ്റു 1 0 2 0 2 1 2 0 3. അപ്പൊ ഇത് മൾട്ടിപ്ലൈ എ ഇൻറ്റു എ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? എ സ്ക്വയർ കിട്ടും. എ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ക്യൂബ് കണ്ടുപിടിക്കുക കഴിഞ്ഞിട്ട് എ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ. എ സ്ക്വയർ ഇൻറ്റു എ ആണെന്ന് പറയുന്നത് എ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ എ സ്ക്വയർ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ മെട്രിക്സ് ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 1 0 2 0 2 1 2 0 3. അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ക്യൂബ് കിട്ടും. ഇനി അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? നിങ്ങൾ 6 എ സ്ക്വയർ കണ്ടുപിടിക്കണം. 6 എ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ എ സ്ക്വയർ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി. പിന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എ സ്ക്വയർ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 6 എ സ്ക്വയർ കണ്ടുപിടിക്കുക. അതായത് എ സ്ക്വയറിനെ എല്ലാ എലമെന്റിനെയും നിങ്ങൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. എ സ്ക്വയറിലെ എല്ലാ എലമെന്റിനെയും ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7a കണ്ടുപിടിക്കുക. അതായത് എനെ നമ്മൾ എയുടെ എല്ലാ എലമെന്റിനും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 7a എന്ന് പറയുന്നത്. 7a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 7 7, ഇത് 0, 2 into 7 14, ഇത് 0 14, 1 into 7 7, 2 into 7 14, 0, 3 into 7 എത്ര എന്ന് വരും? 21 എന്ന് വരും. അപ്പൊ 7a നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത 2i, ഇത് 3x3 മെട്രിക്സ് അല്ലേ? അപ്പൊ 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 1 0 0 0 1 0 0 0 1. ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തെന്ന് വരും? 2 0 0 0 2 0 0 0 2 എന്ന് വരും. എന്നിട്ട് ഇത് മൈനസും പ്ലസും ഒക്കെ എല്ലാം ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ ആൻസർ കണ്ടുപിടിക്കും. ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0 ആണെന്ന് പ്രൂവ് ചെയ്യാനാകുമ്പോൾ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ 0 മെട്രിക്സ് തന്നെ കിട്ടും. അവിടെ 0 മെട്രിക്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത സ്റ്റെപ്പ് എവിടെയോ തെറ്റിപ്പോയി നിങ്ങൾ ഒന്നും കൂടെ നോക്കിയാൽ മതി. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, ആ ക്വസ്റ്റ്യന്റെ മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ ലാസ്റ്റ് 0 തന്നെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 16ാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 17ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും 17ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. 17ാമത്തെ ക്വസ്റ്റ്യനില് a is equal to തന്നിട്ടുണ്ട് 3 minus 2 4 minus 2. i തന്നിട്ടുണ്ട് 1 0 0 1. നമ്മുടെ സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഫൈൻഡ് k കണ്ടുപിടിക്കാനാണ് ചോദ്യം. a സ്ക്വയർ ഈക്വൽ ടു ka മൈനസ് 2i എന്ന് പറഞ്ഞിട്ടുണ്ട്. a സ്ക്വയർ ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട് ka മൈനസ് 2i. അപ്പൊ ആദ്യം a സ്ക്വയർ കണ്ടുപിടിക്കും. a സ്ക്വയർ നിങ്ങൾ aയും aയും മൾട്ടിപ്ലൈ ചെയ്ത് അത് എഴുതണം a ഇൻറ്റു a. അപ്പൊ aയും മൾട്ടിപ്ലൈ ചെയ്ത് a സ്ക്വയർ കണ്ടുപിടിക്കും. അടുത്തത് ka കണ്ടുപിടിക്കുക. ka എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മൈനസ് 2 4 മൈനസ് 2. അപ്പൊ k അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k ഇൻറ്റു 3 3k, k ഇൻറ്റു മൈനസ് 2 മൈനസ് 2k, k ഇൻറ്റു 4 4k, k ഇൻറ്റു മൈനസ് 2 മൈനസ് 2k. ഇനി അടുത്തത് 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 0 0 1. അപ്പൊ 2 0 0 2 എന്ന് വരും. ഇനി നിങ്ങൾ എഴുതുക, a സ്ക്വയർ കിട്ടിയത് എഴുതുക ഈക്വൽ ടു k എന്തായിരുന്നു? 3k മൈനസ് 2k 4k മൈനസ് 2k മൈനസ് 2 0 മൈനസ് 2 0 0 2. ഇതിവിടെ കിട്ടിയത് എഴുതുക ഈക്വൽ ടു 3k മൈനസ് 2 മൈനസ് 2k മൈനസ് 0, അതായത് മൈനസ് 2k, 4k മൈനസ് 0, അപ്പൊ 4k മൈനസ് 2k മൈനസ് 2 മൈനസ് 2k മൈനസ് 2. എന്നിട്ട് ഇവിടെ താഴത്തെ എലമെന്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പൊ എന്തിന്റെ വാല്യൂ ഇട്ട് നിങ്ങൾക്ക് കെയുടെ വാല്യൂ ഇട്ട്. അതല്ലേ രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇവിടുത്തെ നമ്പർ ഓഫ് റോസും അതായത് ഓർഡർ സെയിം ആയിരിക്കണം രണ്ടിന്റെയും. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. ഇതും അടുത്തത് ഇതും അടുത്തത് ഇതും ഇവിടുത്തെ എലമെന്റ് ഇങ്ങനെ ആയിരിക്കും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഏതെടുത്ത് ചെയ്താലും k എന്ന് പറയുന്നത് സെയിം വാല്യൂ തന്നെ ആയിരിക്കണം അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി.
അപ്പൊ ആ ക്വസ്റ്റ്യനോടെ കണ്ടുപിടിച്ചത് നമുക്ക്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നല്ല രീതിയിൽ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സാം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടേണ്ട ഒരു കാര്യമേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ബാക്കി വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അത് നമുക്ക് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് പിന്നീട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് ബാക്കിയെല്ലാം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എനിക്ക് ചെയ്ത് അയക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് പോകാം. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം.